നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. മുന്നണികളും സ്ഥാനാർത്ഥികളും തന്ത്രങ്ങൾ മെനയുന്ന വലിയ തിരക്കിലുമാണ്. പതിവ് രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ രണ്ട് വമ്പൻ ട്വിസ്റ്റുകൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യത്തേത് അമ്പലപ്പുഴയിൽ നിന്നുമാണ്. പതിറ്റാണ്ടുകളോളം ചുവപ്പണിഞ്ഞ ഒരു വിപ്ലവകാരി സ്വന്തം പ്രസ്ഥാനത്തിന് നേരെ ഉയർത്തുന്ന ചുവപ്പിനുള്ളിലെ ചുവന്ന വെല്ലുവിളി, അതാണ് അമ്പലപ്പുഴയിൽ ഇപ്പോൾ കാണുന്നത്. അമ്പലപ്പുഴയുടെ പൾസ് അറിയുന്ന ജി സുധാകരൻ എന്ന രാഷ്ട്രീയ ചാണക്യൻ പാർട്ടി ചട്ടക്കൂടുകൾക്ക് പുറത്ത് ജനകീയ കോടതിയിൽ വിധി തേടി ഇറങ്ങുമ്പോൾ വിറയ്ക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേരളം കാത്തിരിക്കുന്ന ആ വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായി അമ്പലപ്പുഴ മാറുമ്പോൾ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചോദിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: ഇത് സുധാകരന്റെ അവസാന പോരാട്ടമോ അതോ പുതിയൊരു ഉദയമായിരിക്കുമോ? ഇനി അവിടെയും തീരുന്നില്ല, മറുവശത്ത് നാട്ടികയാണ്. നാട്ടികയുടെ രാഷ്ട്രീയ ചിത്രം തെളിയുന്നത് ഡൽഹിയിലെ AICC ആസ്ഥാനത്തുമാണ്. CPI പുറത്താക്കിയ CC മുകുന്ദൻ MLA ഹൈക്കമാൻഡിന്റെ അതിഥിയായി ഡൽഹിയിലെത്തിയിരിക്കുന്നു. തൃശൂരിലെ രാഷ്ട്രീയ കാറ്റ് ഗതിമാറി വീശുന്നുവോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുമുണ്ട്. പ്രാദേശിക എതിർപ്പുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് KC വേണുഗോപാലിന്റെ കരങ്ങൾ മുകുന്ദന് കരുത്താകുമോ എന്ന് ഇനി അറിയേണ്ടതുണ്ട്. ഒരിടത്ത് ആദർശത്തിന്റെ കരുത്തിൽ ജി സുധാകരന്റെ പടപ്പുറപ്പാണ്, മറുവശത്ത് രാഷ്ട്രീയ നിലനിൽപ്പിനായി മുകുന്ദന്റെ തന്ത്രപരമായ കൂടുമാറ്റം. ഇങ്ങനെ കേരളം ചർച്ച ചെയ്യുന്ന നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ജി സുധാകരനെതിരായ പ്രതിഷേധം രൂക്ഷമായി തുടരുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അമിത പ്രാധാന്യം നൽകേണ്ടെന്ന പാർട്ടി തീരുമാനം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ തുടരുന്നു. മിക്ക മണ്ഡലങ്ങളിലും ഒന്നിലധികം പേരുകൾ പരിഗണനയിൽ. തിങ്കളാഴ്ചയോടെ ചർച്ച പൂർത്തീകരിക്കാൻ നീക്കം. CPI വിട്ട നാട്ടിക MLA CC മുകുന്ദൻ ഇന്ന് KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഭൂരിഭാഗം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് BJPയും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന്. ജീവനക്കാരുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നത് ഉൾപ്പെടെ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടേക്കും. സാംസ്കാരിക വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നിർദ്ദേശവും പരിഗണനയിൽ. അമേരിക്കയിലെ മിഷിഗണിൽ ജൂത ദേവാലയത്തിന് നേരെ ആക്രമണം. കെട്ടിടത്തിലേക്ക് അക്രമി വാഹനം ഇടിച്ചു കയറ്റി. അക്രമിയെ സുരക്ഷാ ജീവനക്കാർ വെടിവെച്ച് കൊന്നു. അക്രമി ലബനൻ വംശജനെന്ന് സൂചന. ദേവാലയത്തിലുണ്ടായിരുന്നവർ സുരക്ഷിതർ. രാജ്യത്ത് പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഭക്ഷണ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹോട്ടലുകൾ. സിലിണ്ടർ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും വ്യാപകം. തൃശൂർ എരുമപ്പെട്ടിയിൽ വയോധികയെ കടിച്ചുകൊന്ന തെരുവ് നായയെ പിടികൂടി നാട്ടുകാർ. പിടികൂടിയ നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്നറിയാൻ പരിശോധന നടത്തും. മരിച്ച കാർത്തിയാനിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. ജി സുധാകരന്റെ വിഷയം തന്നെയാണ് ആദ്യം. എന്തായാലും സുധാകരനെതിരെ പ്രതിഷേധം ആലപ്പുഴയിൽ ശക്തമായി തുടരുകയാണ്. അതിനിടയിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. പ്രതിഷേധങ്ങൾ ശക്തമാക്കിയും കൂടുതൽ പ്രതികരണം നടത്തിയും ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അമിത പ്രാധാന്യം നൽകേണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. ഒപ്പം തന്നെ ഉഭയകക്ഷി ചർച്ചകളിലും ഇന്ന് തീരുമാനമാകും. അൻഫിലിറ്റ് ചേരുകയാണ്. അൻഫിലിറ്റ്, ഗുഡ് മോർണിംഗ്. എന്തായാലും അവസാന നിമിഷം വരെ CPM വളരെ പ്രതീക്ഷയിലായിരുന്നു. കാരണം ജി സുധാകരന്റെ ഭാഗത്തു നിന്നും പാർട്ടിക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സ്വതന്ത്രനായി അവിടെ നിന്നും ജനവിധി തേടുകയാണ്. അതിനിടയിലാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ ചേരുന്നത്. എന്ത് നിലപാടായിരിക്കും ഇന്ന് യോഗം സ്വീകരിക്കുക, കൈക്കൊള്ളുക? ലിജൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് CPM ഇന്ന് ചേരുന്നത്. കാരണം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക, അതാണ് പ്രധാന അജണ്ട. അതായത് സ്ഥാനാർത്ഥി പട്ടികകൾ ഏറെക്കുറെയൊക്കെ CPM കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റി ചെന്നപ്പോഴുമൊക്കെ തന്നെ അതിനകത്ത് അന്തിമ ധാരണയും രൂപമൊക്കെ ആയിരുന്നു. എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ വലിയ തോതിൽ തർക്കമോ മറ്റു പാർട്ടികളിലുള്ളതുപോലെ തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് CPMന്റെ സിറ്റിംഗ് MLA മാർ ഏറെക്കുറെ എല്ലാവരും എല്ലാ മണ്ഡലങ്ങളും ഏറെക്കുറെയാണ് മത്സരിക്കുന്നു. അതിനകത്ത് തർക്കം
മാത്രമില്ല, പിന്നെയുള്ളത് മറ്റു ചില പ്രധാന പ്രമുഖ സ്ഥാനാർത്ഥികളെ ചൊല്ലിയാണ്. അവിടെയും ചില നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഒറ്റ സ്ഥാനാർത്ഥിയുടെ പേര് തന്നെയാണ്, ഒന്നിലധികം ഒരിടത്തും തന്നെ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു തർക്കത്തിൻ്റെയോ കൂടുതൽ ചർച്ചയുടെയോ തന്നെ ആവശ്യം CPM-ൽ ഒരു സ്ഥാനാർത്ഥികളെയും ചുറ്റിയും കൂടുതൽ ചർച്ചകളുടെ ആവശ്യം വരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൂടുതൽ ചർച്ചകൾക്ക് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമയം കളയാനില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 10 മണിയോട് ചേരുന്നു. അതിനുശേഷം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു അന്തിമ രൂപം ഉണ്ടാകുന്നു. പക്ഷേ പ്രഖ്യാപനമൊന്നും ഉണ്ടാവുകയില്ല. അതേസമയം ചർച്ച നടക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ചുറ്റിയാണ്. കാരണം പാർട്ടിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതുണ്ട് പലയിടത്തും. അതിൽ തന്നെ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതുമാത്രമാണ് ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചയുടെ രൂപേണ വരുന്നത്. എന്നാൽ പോലും അതൊരു ഉച്ചയോട് കൂടി മുമ്പ് തന്നെ അതിലും വലിയ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാത്ത തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രഖ്യാപനം ഉണ്ടാവുകയില്ല. പക്ഷെ നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ കഴിയും. ഏറെക്കുറെ എവിടെയൊക്കെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെന്ന വിവരം ഉച്ചയാകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾക്കകം പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ഇന്നുകൊണ്ട് അന്തിമമായ രൂപം, അതായത് എവിടെയൊക്കെ CPM മത്സരിക്കുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, അതിലൊക്കെ തന്നെയും കൃത്യമായ രൂപരേഖ, കൃത്യമായ അന്തിമമായ രൂപം ഉണ്ടാക്കി വയ്ക്കുക. അതാണ് ഇന്ന് ചെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രധാന അജണ്ട. CPI-യിലായാലും തന്നെ ഏറെക്കുറെ എല്ലാം തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. വിജ്ഞാപനം വരുന്നതിന് മണിക്കൂറുകൾക്കകം പ്രഖ്യാപിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകളിലാണെങ്കിൽ ചില ഘടകകക്ഷികളിൽ മാത്രമാണ്. ഇപ്പോൾ കേരള കോൺഗ്രസിന് ഒരു സീറ്റ് അധികം നൽകുക എന്നതും മറ്റ് രണ്ടിടത്തും, അതായത് തിരുവനന്തപുരം സെൻട്രലിലെ സീറ്റിൽ ആരെ നിർത്തണമെന്നതിൽ അങ്ങനെ 1-2 ഘടകകക്ഷികളുമായ ചില ചർച്ചകളിൽ മാത്രമാണ് ഒരു താമസമുള്ളത്. അതുമൊക്കെ തന്നെ ഇന്നും നാളെയുമായി അതിനകത്തും അന്തിമമായ രൂപം ഉണ്ടാക്കാൻ തന്നെയാണ് തീരുമാനം. ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ചയോടെയൊക്കെ വിജ്ഞാപനം വരുമെന്നാണ്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച കൊണ്ട് തന്നെയൊക്കെ ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും CPM നടത്തുമെന്നും പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുന്ന ഒരു ചർച്ചയ്ക്കുണ്ടാകാനുള്ള സാധ്യത G. സുധാകരനുമായി കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ആ വിവാദം രാഷ്ട്രീയ കൊള്ളക്കം തന്നെയാണ്. കാരണം G. സുധാകരനെതിരെ വളരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും വികാരവുമാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. പോസ്റ്റർ ഒട്ടിക്കുന്ന അടക്കം തന്നെ ശക്തി പ്രകടനങ്ങൾ വിവിധയിടങ്ങളിൽ നടത്താനൊക്കെ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സമിതി നേതൃത്വം പറയുന്നത് അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയും വലിയ തോതിലുള്ള കടുത്ത പ്രതികരണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തുകയും ചെയ്ത് സ്ഥാനാർത്ഥിത്വത്തിനും ഇദ്ദേഹത്തിന് ഇറങ്ങിപ്പോക്കിനും അമിതമായ പ്രാധാന്യം നൽകേണ്ടതില്ല എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആ രീതിയിലൊരു നിർദ്ദേശം കീഴ്ഘടകങ്ങൾ പോകുമോ, ഒരുപക്ഷെ കീഴ്ഘടകങ്ങൾ നടത്തുന്നതിനേക്ക് വൈകാരിക പ്രകടനങ്ങൾ മാത്രം കണ്ട് അതിനൊരു അവഗണിച്ച്, അതായത് G. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു അവഗണന നൽകി മറ്റു സ്ഥാനാർത്ഥികൾ ആരൊക്കെ പാർട്ടി വിട്ട് എവിടേക്ക് പോകുന്നു അതേ രീതിയിൽ കണ്ടാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ അതിനെ പാർട്ടി എങ്ങനെ ഓവർകം ചെയ്യുമെന്നതിനെക്കുറിച്ചുള്ള തന്ത്രങ്ങളും ചർച്ചകളും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. ലിജിൻ. ശരി അൻഫിലിറ്റ്, എന്തായാലും CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയേക്കും. ഏറ്റവും പ്രധാനം G. സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ചയ്ക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അജയ് കൂടെ ആലപ്പുഴയിൽ നിന്നും ചേരുന്നുണ്ട്. അജയ്, കഴിഞ്ഞ ദിവസം തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. പ്രത്യേകിച്ച് G. സുധാകരൻ വർഗ്ഗവഞ്ചകൻ എന്നതടക്കമുള്ള പോസ്റ്ററുകൾ അവിടെ പതിക്കുകയാണ് ജില്ലാ നേതൃത്വം. എന്തായാലും ഇനി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ നേതാവിനോട് ഇനി മൃദു സമീപനം വേണ്ട എന്ന നിലപാടിലേക്ക് തന്നെയാണോ പോകുന്നത്? ഇതിൽ പ്രധാനമായും അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധം വന്നത്. അതായത് രക്തസാക്ഷികൾ സിന്ദാബാദ്, വർഗ്ഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്ന പോസ്റ്ററാകുന്നു അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പതിക്കുന്ന സാഹചര്യമുണ്ടായത്. അത് G. സുധാകരന്റെ വീടിന് സമീപവും ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ സമീപവും എല്ലാം തന്നെ ഈ പോസ്റ്റർ പതിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം രാത്രി ഏറെ വൈകി G. സുധാകരന്റെ ജന്മനാടായ താമരക്കുളത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. മുദ്രാവാക്യങ്ങൾ സുധാകരനെതിരെ വലതിന്റെ എച്ചിൽ നക്കിയ സുധാകരന് മാപ്പില്ല എന്ന രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നത്. പക്ഷേ അപ്പോൾ പോലും ആ ഘട്ടത്തിൽ R. നാസർ പറഞ്ഞത് ഇത് പാർട്ടിയുടെ അറിവോടുകൂടി നടക്കുന്ന പരിപാടികളല്ല, പാർട്ടി അറിയാതെ നടക്കുന്നത്, പ്രവർത്തകരുടെ പെട്ടെന്നുണ്ടായിട്ടുള്ള രോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്കുള്ള പ്രകടനങ്ങൾ നടക്കുന്നതെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി R. നാസർ സൂചിപ്പിച്ചത്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് ഇതിനെ വലിയ പ്രതിഷേധങ്ങളിലൂടെ നേരിടാനല്ല പാർട്ടി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി ലോക്കൽ തലങ്ങളിൽ ജനറൽ ബോഡികൾ വിളിച്ച് എന്തുകൊണ്ടാണ് സുധാകരൻ പാർട്ടി വിട്ടു പോകാനുണ്ടായ സാഹചര്യം, ആ സാഹചര്യം അണികളെ ബോധ്യപ്പെടുത്തുക എന്ന മർമ്മപ്രധാനമായിട്ടുള്ളൊരു തന്ത്രമാണ് CPM നിലവിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ യോഗങ്ങൾ ചേരുവാനുള്ള തീരുമാനങ്ങൾ എടുത്തു. ഇന്നലെയും ഇന്നുമായി അതിന്റെ യോഗങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലോക്കൽ തലങ്ങളിൽ ജനറൽ ബോഡികൾ വിളിച്ച്
പാർട്ടി പ്രവർത്തകരുടെ യോഗം വിളിച്ച് സുധാകരൻ അധികാരമോഹിയാണെന്നും അധികാരത്തിന്റെ ഒരു അധികാരം നേടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പാർട്ടി വിട്ടതും എന്നുള്ള കാര്യങ്ങൾ അണികളെ ബോധ്യപ്പെടുത്തുക. ആ നിലയിലേക്ക് ഒരു അധികാരമോഹത്തിന്റെ ഭാഗമായിട്ടാണ് സുധാകരൻ പാർട്ടി വിട്ടു പോയത്. ആ നിലയിലേക്കുള്ള ഒരു നിലപാട് ശരിയല്ല എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പാർട്ടി ഇതിനെ കാണുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾ ഇനിയും പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന ജില്ലാ നേതൃത്വം തന്നെ ഈ നിലയിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് എടുക്കാൻ സാധ്യത. അതുതന്നെയാണ് ഇന്ന് നിലവിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും എടുത്തിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ട, പക്ഷെ അപ്പോഴും പാർട്ടിക്കുള്ളിൽ കൃത്യമായി പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുക, സുധാകരൻ എന്തുകൊണ്ടാണ് ഈ പാർട്ടി വിട്ടു പോയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അവബോധം ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണ് CPM ഉദ്ദേശിക്കുന്നത്. പ്രതിഷേധങ്ങൾ ഇനിയും അപ്പോഴും തുടരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. അനുഭാവികൾ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തകരുണ്ട് ആലപ്പുഴ ജില്ലയിൽ. സ്വാഭാവികമായും അവരുടെ എല്ലാം ആ നിലയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ചേർത്ത് വെക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സുധാകരന് കെട്ടിവെക്കാനുള്ള തുക INTUC-യുടെ സംഘടന, അതായത് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC-യുടെ കയർ കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ നൽകിയതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. എന്തായാലും ആ തുക സുധാകരൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു UDF പിന്തുണ സുധാകരൻ ലഭിച്ചാൽ സുധാകരൻ അത് കൈനീട്ടി സ്വീകരിക്കുമോ എന്നുള്ളതും വലിയ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ചെല്ലാം ഒരു വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും വലിയ നിർണായകമായിട്ടുള്ള നീക്കം തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം തന്നെ ചോദിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അധികാരമോഹമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട്, മറ്റെല്ലാവരും സന്യസിക്കാനാണല്ലോ മത്സരിക്കുന്നത് എന്നായിരുന്നു. സ്വാഭാവികമായും ഇന്ന് ഈ പാർട്ടി അണികളെയൊക്കെ ഇത്തരത്തിൽ ബോധ്യപ്പെടുത്താൻ CPM ശ്രമിക്കുമ്പോഴും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം കൂടുതൽ കനപ്പിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അദ്ദേഹത്തിന് കൂടുതൽ ഹൈപ്പ് കൊടുക്കേണ്ട എന്നാണ് CPM-ന്റെ ഒരു തീരുമാനം. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടാം ഘട്ട ചർച്ചകൾ എന്തായാലും കോൺഗ്രസ് ആരംഭിച്ചിരിക്കുകയാണ്. MP-മാർ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകും. K. സുധാകരനും അടൂർ പ്രകാശും മത്സരിച്ചേക്കുമെന്നാണ് സൂചനകൾ. 31 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടികയ്ക്ക് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90 വരെ സീറ്റുകളിൽ മത്സരിക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. ഇതിൽ 31 പേരടങ്ങുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകിയിരുന്നു. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ആദ്യ പട്ടികയിൽ ഉൾപ്പെടാത്ത മണ്ഡലങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനായി രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിച്ചു. K. സുധാകരന് പുറമെ മറ്റ് MP-മാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപ്പര്യമറിയിച്ചതും മുതിർന്ന നേതാക്കൾ ചില സീറ്റുകൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നതും നേതൃത്വത്തിനു മുൻപിലെ വെല്ലുവിളിയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വവുമായും ചർച്ച നടത്തും. രാഹുലിന്റെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിലായിരിക്കും MP-മാർ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനമുണ്ടാവുക. പെരുമ്പാവൂരിലും തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഉടൻ തന്നെ 50 മുതൽ 60 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നീക്കം. കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച ആദ്യ പട്ടികയിൽ സിറ്റിംഗ് MLA-മാരിൽ രാഹുൽ മങ്കൂട്ടത്തിൽ, K. ബാബു, എൽദോസ് കുന്നപ്പള്ളി എന്നിവർ മാത്രമാണ് ഒഴിവായത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിർണായകമായ നീക്കം, അതായത് നാട്ടിക MLA CC മുകുന്ദൻ AICC ജനറൽ സെക്രട്ടറിയും KC വേണുഗോപാലുമായി ഇന്ന് ചർച്ച നടത്തിയേക്കും എന്നുള്ളതാണ് സൂചനകൾ. പ്രാദേശിക നേതാക്കളുടെ എതിർപ്പൊക്കെയുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് മുകുന്ദന് കോൺഗ്രസ് സീറ്റ് നൽകുമോ എന്നത് കാത്തിരുന്നതിനെ കാണണം. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വളരെ നിർണായകമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയായിരിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ. കാരണം ഈ പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഈ നാട്ടിക MLA CPI തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. അവിടെയുള്ള നേതാക്കൾക്ക് അവസരം കൊടുക്കണമെന്നുള്ളതാണ് ഈ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുടെ ഒരു ആവശ്യം. ആ ഘട്ടത്തിലാണ് ഇത്തരമൊരു ചർച്ച നടത്തിയേക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. ജിഷ്ണു. നിതിൻ, ഡൽഹിയിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി CC മുകുന്ദൻ കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. നാട്ടിക MLA ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് കോൺഗ്രസിന്റെ നേതൃത്വവുമായി ചർച്ച നടത്താം എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഡൽഹിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം മുകുന്ദനെ വിളിപ്പിച്ചിട്ടില്ല എന്നും അത്തരത്തിലൊരു സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് മുകുന്ദനുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതുമായി
എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണം. ഏതായാലും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി നാട്ടിക MLA CC മുകുന്ദൻ കൂടിക്കാഴ്ച നടത്തും, ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും എന്നും മനസ്സിലാക്കുന്നു. ലിജിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അത്തരത്തിലൊരു CC മുകുന്ദനെ നാട്ടികയിൽ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം അവിടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പ്രാദേശികമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെ വേണം, അതും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തന്നെ വേണം എന്ന നിലപാട് ദേശീയ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും നേരത്തെ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് CC മുകുന്ദന് പിന്തുണ നൽകണമോ എന്ന കാര്യത്തിൽ ഒരു സംശയം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് വന്നത്. ഏതായാലും CC മുകുന്ദൻ ഡൽഹിയിൽ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ലിജിൻ, എന്തായാലും അതാണ് വിവരം. CC മുകുന്ദൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. സ്വാഭാവികമായും അമ്പലപ്പുഴ, അതിനുശേഷം വരുന്നത് നാട്ടിക. ഈ രണ്ട് ഘട്ടത്തിലും അത് വലിയ കനത്ത തിരിച്ചടിയാകുന്നത് അല്ലെങ്കിൽ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നത് LDF-നാണ്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ജീവനക്കാരുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നത് ഉൾപ്പെടെ സുപ്രധാന തീരുമാനങ്ങൾ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം കൈക്കൊള്ളും. സാംസ്കാരിക വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നിർദ്ദേശവും മന്ത്രിസഭയിൽ ഉണ്ടാകും. അൻഫിലിറ്റ് ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, ഈ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ ഉണ്ടാവുക. മാത്രവുമല്ല, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും? ഈ എതിർപ്പുകളും വിമർശനങ്ങളും ഒരു വശത്തുണ്ട്, എന്നാൽ അനുകൂലിക്കുന്നവരുമുണ്ട് ഈ 5 ദിവസം ആക്കുന്നതുമായി ബന്ധപ്പെട്ട്. ലിജൻ, ഈ സർവീസ് സംഘടനകളുടെ വളരെ വർഷങ്ങളുടെ ആവശ്യമാണ് ഈ അവധി ദിവസം എന്നത്. അതായത് ഞായറാഴ്ച എന്ന അവധി ദിവസത്തോടൊപ്പം എല്ലാ ശനിയാഴ്ചകളും അവധി ദിവസമാക്കുക എന്നുള്ളത്. പക്ഷെ അത് പല കാരണങ്ങളാലാണ് സർക്കാർ അത് ഇത്രയും കാര്യം നടപ്പാക്കാനാകാതെ പോയത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ചീഫ് സെക്രട്ടറി വിവിധ സർവീസ് സംഘടനകളുടെ പ്രതിനിധികളുമായി യോഗം ചേർന്നത്. ആ യോഗത്തിൽ തത്വത്തിൽ ധാരണയും അംഗീകാരമായിട്ടുണ്ട്. പ്രവൃത്തി ദിവസം 5 ദിവസമാക്കി കുറയ്ക്കുന്നു. ഒപ്പം തന്നെയും ഈ 5 ദിവസമാക്കി പ്രവൃത്തി ദിവസം കുറയ്ക്കുമ്പോൾ ജീവനക്കാരുടെ എതിർപ്പ്, അതെല്ലാ ജീവനക്കാരും പ്രവൃത്തി ദിവസം കുറയ്ക്കുന്നത് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ഈ പ്രവൃത്തി സമയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രവൃത്തി സമയത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതും കാഷ്വൽ ലീവ് വെട്ടിക്കുറയ്ക്കുന്ന അടക്കം മറ്റ് ലീവുകളിൽ ചില മാറ്റങ്ങൾ അത് വെട്ടിക്കുറയ്ക്കുന്ന അടക്കമുള്ള ചില തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ട് അതിനെയാണ് സർവീസ് സംഘടനകൾ എതിർക്കുന്നത്. അതായത് ഈ പ്രവൃത്തി സമയം നിലവിൽ 5:15 മുതൽ രാവിലെ 10:15 മുതൽ 5:15 വരെ എന്നത് രാവിലെ 9:30 മുതൽ 5:30 വരെ, അതായത് 1 മണിക്കൂറാണ് ദീർഘിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കാഷ്വൽ ലീവുകൾ ചുരുക്കുന്നതും മറ്റ് ലീവുകളുടെ എണ്ണം ചുരുക്കുന്നതുമൊക്കെ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള നടപടികളൊക്കെ സർവീസ് സംഘടനകൾ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രവൃത്തി സമയം 10:15 എന്നത് രാവിലെ 9:30 ആക്കുമ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ജീവനക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ കഴിയുന്നത് 5:15 5:30 ആക്കുമ്പോഴൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്. അവസാനം ഇപ്പോൾ അതിനകത്തൊരു തീരുമാനമായി ആ ഫയൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ മുന്നിലാണ്. അത് കഴിഞ്ഞ ദിവസം പൊതുഭരണ വകുപ്പിൽ ഉണ്ടായിരുന്ന ഫയൽ അതിവേഗത്തിൽ തന്നെ നീക്കം നടത്തിയപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭായോഗം എന്നത് ഏറെക്കുറെ അവസാനത്തെ മന്ത്രിസഭായോഗം ഒന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം വിജ്ഞാപനം എങ്ങനെ വരും? തിങ്കളാഴ്ച വിജ്ഞാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ വിജ്ഞാപനം നീളുകയാണെങ്കിൽ തിങ്കളും ചൊവ്വയൊക്കെ ക്യാബിനറ്റ് ചേരും. തിങ്കളാഴ്ച വിജ്ഞാപനം വരുവാണെങ്കിൽ ഇന്നായിരിക്കും അവസാനത്തെ മന്ത്രിസഭായോഗം. അതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങളൊക്കെ സർവീസ് സംഘടനകളെയൊക്കെ ജീവനക്കാരെ സന്തോഷിപ്പിക്കുന്ന ഒരു വോട്ട് ബാങ്കൊക്കെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാരണം നേരത്തെ അവരുടെ DA കുടിശ്ശിക അടക്കം തന്നെയും പൂർണ്ണമായി കൊടുത്തു തീർക്കാനുള്ള പ്രഖ്യാപനമൊക്കെ ഉണ്ടായതാണ്. അങ്ങനെ ഈ പ്രവൃത്തി സമയം ചുരുക്കുന്നതോടുകൂടി, അതായത് പിന്നെ അവധി ദിവസം കൂടി ശനിയും ഞായറുമാക്കി മാറ്റുന്നതോടുകൂടി ചെയ്യുന്നതോടുകൂടി വലിയ രീതിയിൽ ജീവനക്കാരെ സന്തോഷിപ്പിക്കാനാകുമെന്നൊക്കെ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അതൊരു തീരുമാനമായി പ്രഖ്യാപനമായി വരുമെന്നും ഓർഡറായി ഇറങ്ങുമെന്നും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചില താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു എന്ന ചില ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിലുള്ള വിവിധ കരാർ ജീവനക്കാരെ ഇന്ന് ചിലപ്പോൾ അടിയന്തരമായി അവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു എന്ന ചില ആരോപണങ്ങളും പരാതികളൊക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ അത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനാ വിഷയമാകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഫിഷറീസ് വകുപ്പിൽ ഏറെക്കുറെ 150ഓളം താൽക്കാലിക ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്താൻ മേധാവിമാർക്ക് ശുപാർശ നൽകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെതിരെ വിവിധ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം 10 വർഷം പൂർത്തിയായ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി പോലും നിലനിൽക്കുകയാണ്. പക്ഷേ ആ ഹർജി തീർപ്പാകുന്നതിന് മുമ്പ് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നിർണായക സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ശരി അൻഫിലിറ്റ്, എന്തായാലും സർക്കാർ ജീവനക്കാർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് 6 ദിവസം പ്രവൃത്തി ദിനം 6-ൽ നിന്നും 5 ആക്കണം എന്നുള്ളത്. എന്തായാലും അത്
കുറേ ദിവസങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 5 ദിവസമാക്കി മാറ്റാം, പക്ഷേ പ്രവൃത്തി സമയം 1 മണിക്കൂർ ദീർഘിപ്പിക്കാം. അതിലൊന്നും തന്നെ ജീവനക്കാർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പൊതു അവധികൾ അടക്കം വെട്ടിക്കുറയ്ക്കുന്നതിൽ വലിയ ഒരു കല്ലുകടിയുണ്ട്. അതാണ് ഇത്രയും ദിവസം ചർച്ചകൾ നീണ്ടുപോയത്. എന്തായാലും ഇന്നത്തെ നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗത്തിൽ അത്തരം തീരുമാനമുണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ നിർണായക തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ജീവനക്കാർ അടക്കം കാത്തിരിക്കുന്നത്. അൻഫിലിറ്റായിരുന്നു വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിലെ മിഷിഗണിൽ ജൂത ദേവാലയത്തിന് നേരെ ആക്രമണമുണ്ടായി. കെട്ടിടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയ അക്രമിയെ സെക്യൂരിറ്റി ജീവനക്കാർ വെടിവെച്ച് കൊലപ്പെടുത്തി. ഡിട്രോയിറ്റ് നഗരത്തിനടുത്ത് ടെമ്പിൾ ഓഫ് ഇസ്രായേൽ സിനഗോഗിലാണ് ആക്രമണമുണ്ടായത്. ആർക്കും ഗുരുതരമായ പരിക്കില്ല. സിനഗോഗിലെ പ്രൈമറി സ്കൂളിൽ 140ഓളം കുട്ടികൾ ക്ലാസ്സിലുള്ള സമയത്തായിരുന്നു ആക്രമണം. എല്ലാവരും സുരക്ഷിതരാണെന്നും ജൂത സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത ആക്രമണമാണ് നടന്നത് എന്നും പോലീസ് അറിയിച്ചു. മുൻവശത്തെ പ്രവേശന കവാടത്തിലൂടെ അക്രമി വാഹനം കെട്ടിടത്തിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. വാഹനത്തിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായത്. കൊല്ലപ്പെട്ട അക്രമി മിഷിഗണിൽ താമസിക്കുന്ന ലബനൻ വംശജനെന്നാണ് പ്രാഥമിക സൂചന. കഴിഞ്ഞ ദിവസങ്ങളായി ഏറെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ് ഈ പാചകവാതക പ്രതിസന്ധി. എന്തായാലും ഈ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഭക്ഷണ വിതരണത്തിൽ ഹോട്ടലുകൾ ഇതിനോടകം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി നഗരത്തിലെ ഹോസ്റ്റലുകളുടെ കാര്യവും പ്രതിസന്ധിയിലാണ്. കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. ഏറെ പ്രതിസന്ധിയാണ് ഈ പാചകവാതക പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകളൊക്കെ തന്നെ അടച്ചുപൂട്ടുന്നു. മാത്രമല്ല ഈ ഭക്ഷണക്രമം അടക്കം ക്രമീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എങ്ങനെ പ്രതിസന്ധി പരിഹരിക്കാമെന്നാണ് ഇവർ കരുതുന്നത്? ലിജിൻ, ഗുഡ് മോർണിംഗ്. വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഹോട്ടൽ ഉടമകൾ കടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ആരംഭിച്ച ഈ ഒരു നിയന്ത്രണം, ആദ്യം പാചകവാതകത്തിനുള്ള നിയന്ത്രണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് രൂക്ഷമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാചകവാതം ലഭ്യതയിൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഹോട്ടൽ ഉടമകളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ ഇവർ കരുതൽ എന്നുള്ള രീതിയിലൊക്കെ അവരുടെ പാചകത്തിൻ്റെ രീതി, ഭക്ഷണ വിതരണമൊക്കെ ക്രമീകരിച്ച് ഏതാനും ദിവസങ്ങളൊക്കെ തള്ളി നീക്കി. എന്നാൽ ഇനി ഹോട്ടലുകൾ അടച്ചിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലാണ് ഉള്ളത്. ഈ ഹോട്ടലിലെ സാഹചര്യം തന്നെ ഒന്ന് നോക്കാം. അത് ഈ ഹോട്ടലിലെ ഉടമകളിൽ നിന്നൊക്കെ നമുക്ക് എന്തായാലും വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് തന്നെ ചോദിച്ചറിയാം അവരോട്. ചേട്ടാ, നിലവിൽ എന്താണ് ഒരു പ്രതിസന്ധി പാചകവാതകത്തെ സംബന്ധിച്ചുള്ളത്? പ്രതിസന്ധി ഘട്ടമാണ് ഇപ്പോൾ ശരിക്കും. കാരണം ഏറ്റവും ലാസ്റ്റ് നമുക്ക് സിലിണ്ടർ കിട്ടിയത് ശനിയാഴ്ചയാണ് കിട്ടിയത്. പിന്നെ നമുക്ക് ഇതുവരെ ഒരു സിലിണ്ടർ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ പല പല ഐറ്റംസും ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ദിവസം ഒപ്പിച്ചേക്കണത്. നാളെയും കൂടി നമുക്ക് തുറക്കാനുള്ള അതും ഫുള്ളായിട്ട് തുറക്കാനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഭക്ഷണം? ഏതെങ്കിലും സമയത്തേക്ക് ക്രമീകരിക്കേണ്ടതായിട്ടൊക്കെ വരുമോ? ഓൾറെഡി ഇപ്പോഴേ നമ്മൾ അങ്ങനെ ക്രമീകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഫുള്ളായിട്ട് ഉണ്ടാവില്ല. നാളെ എന്തായാലും ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ പൂട്ടേണ്ട വന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ ഇഫ്താറിൻ്റെ ഒക്കെ ഒരു സമയമാണ്. അതുകൊണ്ട് വൈകിട്ടൊക്കെ ഒരുപാട് ഓർഡറുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി ഉടലെടുത്തതിന് ശേഷം എങ്ങനെയാണ് ഓർഡറുകളൊക്കെ ലഭിക്കുന്നുണ്ടോ? ഓർഡറുകളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും പിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഗ്യാസ് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണതുകൊണ്ട് പിന്നെ വന്ന ഓർഡറുകളൊന്നും പിടിക്കണമില്ല. നിലവിലത് ഒരു ദിവസവും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഒരേ കാര്യങ്ങൾ കുറച്ച് നാളെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ചിലപ്പോൾ വൈകിട്ടൊന്നും എത്താൻ സാധ്യതയില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്താണ് ഈ LPG ബുക്ക് ചെയ്യാനായിട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മറുപടി? ഞങ്ങൾക്കിപ്പോൾ തന്നെ ഷോൺ ഏജൻസിയാണ് നമുക്ക് ഗ്യാസ് തരുന്നത്. ഇപ്പം നിലവിൽ അവർക്ക് ഒരു തരത്തിലും തരാനുള്ള സാധനം ഇല്ല എന്നാണ് പറയണത്. ഹോട്ടലുകൾ മേഖലകൾക്ക് തരാനുള്ളതില്ല. ഇപ്പോൾ നിലവിലിപ്പോൾ അവർ കൊടുക്കുന്നത് ഹോസ്പിറ്റലുകൾക്ക്, അങ്ങനെ സ്കൂളുകൾക്ക്, അങ്ങനെയൊക്കെയെന്നാണ് പറഞ്ഞത്. ഇപ്പം ആരും ഫോൺ എടുക്കാത്ത അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. ഈ പ്രതിസന്ധി എത്ര വരെ തുടരും? അങ്ങനെ വല്ലതും ഏജൻസികൾ പറയുന്നുണ്ടോ? അവരെങ്ങനെയും 10-20 ദിവസം താമസം എടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മളോടെല്ലാം പറഞ്ഞേക്കുന്നത്. എത്ര ദിവസം ഇനി ഹോട്ടൽ അടച്ചിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം? അതെ, അത്രയും ദിവസം നമ്മൾ തീർച്ചയായിട്ടും അടച്ചിടേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെയൊക്കെ കാര്യം ഓർത്താൽ തന്നെ അവർക്ക് വേണ്ടി തന്നെ നമ്മൾ ഒരു സിലിണ്ടർ മാറ്റി വെക്കണം അവരുടെ ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ അവരും ഇനി ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ദിവസം അടച്ചിടേണ്ട അവസ്ഥകളിലേക്ക് വരുമ്പോൾ അവർ നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്യാസ് കിട്ടണ ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് കട തുറക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. കാരണം സ്റ്റാഫൊന്നും ഇല്ലാണ്ട് നമുക്ക് തുറക്കാനും പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകണം.
എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ലിജിൻ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഹോട്ടലുകൾ അടച്ചിടുമ്പോൾ അവിടുത്തെ ഭക്ഷണ വിതരണം മാത്രമല്ല, ഈ ജീവനക്കാരടക്കം ഒരുപാട് പേരുണ്ട്. ഇവരുടെ കാര്യം കൂടി പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാര്യം അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, പിന്നെ നാട്ടിലേക്ക് പോകേണ്ടി വരും. അതിനുശേഷമൊക്കെ ഈ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഹോട്ടൽ തുറക്കുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനോടകം തന്നെ പല ഹോട്ടലുകളും കൊച്ചി നഗരത്തിൽ അടച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിന് സമീപം തന്നെ, അതായത് ഇപ്പോൾ കലൂരിലുള്ള ഒരു ഹോട്ടലിലാണ് ഞാനുള്ളത്. ഇതിന് തൊട്ട് സമീപം തന്നെ മറ്റൊരു ഹോട്ടൽ കാണാം. ഈ ഹോട്ടൽ ഇന്നലെ മുതൽ തന്നെ അടച്ചിട്ടിരിക്കുന്നു. ശരി കിരൺ, എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രവുമല്ല ഹോട്ടലുകളുടെ കാര്യം, ഒപ്പം തന്നെ അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ, ജീവനക്കാരുടെ കാര്യമൊക്കെ വലിയ ബുദ്ധിമുട്ടിലാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ പലയിടത്തും ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഹോട്ടലുകൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യമേക്ക് വരികയാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോഴും പറയുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ കടക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. കിരൺകുമാർ ആയിരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അതേസമയം ഒമാനിൽ വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. ഡ്രോൺ ഒമാൻ സൈന്യം തകർത്തു. കസവ് ഗവർണറേറ്റിലായിരുന്നു സംഭവത്തിന് പിന്നാലെ ബഹ്റൈനിൽ വീണ്ടും മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങി. അതിനിടെ സൗദിയിൽ എണ്ണപ്പാടത്തിന് നേരെ ഇറാൻ അയച്ച 7 ഡ്രോണുകൾ സൈന്യം തകർത്തു. 10 ബാലിസ്റ്റിക് മിസൈലുകളെയും 26 ഡ്രോണുകളെയും UAE പ്രതിരോധിച്ചതായാണ് വിവരം. കുവൈറ്റിലേക്കും ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും ഇപ്പോഴും ആക്രമണ ശ്രമങ്ങൾ നടക്കുകയാണ്. തൃശൂർ എരുമപ്പെട്ടിയിൽ വയോധികയെ കടിച്ചുകൊന്ന നായയെ പിടിച്ചു. 84-കാരിയായ കാർത്തിയാനിയെ കഴിഞ്ഞ ദിവസം ആയിരുന്നു നായ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇവരുടെ മകനും പരിക്കേറ്റിരുന്നു. പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, ഈ വലിയ പ്രതിഷേധം നേരത്തെ ഇവിടെ ഈ തെരുവുനായയുടെ ശല്യം ഉണ്ടായിരുന്ന സ്ഥലമാണോ? ഒപ്പം തന്നെ ഈ നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പരിശോധന ഒക്കെ ഉണ്ടാകുമല്ലോ അല്ലേ? ലിജിൻ, ഒരു നാടിനെ നടുക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 6 മണിയോടുകൂടി, കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു നായ, 84 വയസ്സുള്ള കാർത്യായനി എന്ന് പറഞ്ഞ കിടപ്പിൽ ആയ ഒരു സ്ത്രീയെ വീടിനകത്ത് കയറി ഗുരുതരമായ രീതിയിൽ ആക്രമിക്കുന്നത്. ഈ സ്ത്രീയുടെ മുഖത്തും അതുപോലെ ശരീരത്തിലൊക്കെ വലിയ രീതിയിൽ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. മുഖം വികൃതമായ അവസ്ഥയിൽ, അത്രത്തിൽ ക്രൂരമായ രീതിയിലാണ് ഈ നായ വീടിനകത്ത് കയറി ആക്രമിച്ചത്. ഈ വയോധികയുടെ മകൻ 60 വയസ്സുള്ള ദേവദാസിനെയും നായ കടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇയാൾ മാനസികാസ്വസ്ഥം നേരിടുന്ന ആളാണ്. അതിന് ഗുളികകൾ കഴിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് പല സമയത്തും അദ്ദേഹം ഒരു ഉറക്കത്തിലായിരിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് നായ അകത്ത് കയറി വരികയും ഇവരെ രണ്ടുപേരെയും വലിയ രീതിയിൽ ആക്രമിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. 2 വർഷം മുൻപ് വീണ എല്ല് പൊട്ടിയതിനെ തുടർന്നാണ് കാർത്തിയായനി കിടപ്പിലായത്. അന്നു മുതൽ കിടപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ മറ്റൊരു മകൻ മണി എന്ന് പറഞ്ഞ ആളാണ് നോക്കുന്നത്. വൈകിട്ടോടെ ഭക്ഷണം കൊടുക്കാനായി മണി എത്തിയ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ ആക്രമണം നടന്നതായി മനസ്സിലാക്കുന്നത്. ആ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ അത് കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അത്രത്തോളം വലിയ രീതിയിൽ രക്തം ചുറ്റും തളം കെട്ടി കിടക്കുന്ന ഒരു കാഴ്ച, വലിയ രീതിയിലുള്ള ആക്രമണം നടന്ന കാഴ്ച. ഇത്തരത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഈ നായയെ പിടികൂടാൻ സാധിച്ചു. ശരി ഹരീഷ്, എന്തായാലും കിടപ്പ് രോഗിയായ വയോധികയെ വീട്ടിനകത്ത് കയറിയാണ് നായ അതിക്രൂരമായി കടിച്ചു കൊലപ്പെടുത്തിയത്. മാത്രമല്ല മാനസികാസ്വസ്ഥ്യമുള്ള അവരുടെ മകനും പരിക്കേറ്റിട്ടുണ്ട്. ഹരീഷായിരുന്നു വിവരങ്ങൾ നൽകിയത്. വീണ്ടും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ വേരോട്ടമുള്ള മണ്ണാണ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം. ഇരു മുന്നണികളിൽ നിന്നുമായി വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ ഇവിടെ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തിയിട്ടുണ്ട്. 2011 മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ കോട്ടയായി മാറിയ ഏറ്റുമാനൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ഏഴരപ്പൊന്നാനയുടെ പേരിൽ അറിയപ്പെടുന്ന ഏറ്റുമാനൂർ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ കോട്ടയെന്ന് വിശേഷിപ്പിക്കാനാവില്ല. 1957 മുതൽ പല പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയക്കൊടി പാറിച്ചിട്ടുണ്ട്. 1957-60 തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിലെ ജോർജ് ജോസഫ് പൊടിപാറ, 65-ൽ കേരള കോൺഗ്രസിലെ MM ജോസഫ്, 67-ൽ SSPയിലെ PP വിൽസൺ, 70-ൽ SSPയിലെ തന്നെ PBR പിള്ള എന്നിവർ ഇവിടെ നിന്നും വിജയിച്ചു. 77-ൽ PBR പിള്ള തന്നെ ജനതാ മുന്നണി സ്ഥാനാർത്ഥിയായും വിജയിച്ചു.
80-ൽ CPM-ലെ വൈക്കം വിശ്വൻ, 82-ൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ EJ ലൂക്കോസ്, 87-ൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജോർജ് ജോസഫ് പൊടിപാറ എന്നിവർ വിജയിച്ചു. 91 മുതൽ തുടർച്ചയായി 4 തിരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് M പ്രതിനിധിയായി തോമസ് ചാഴികാടനും, 2011 മുതൽ 2 തവണ CPM-ലെ സുരേഷ് കുറുപ്പും, 2021-ൽ CPM-ലെ തന്നെ VN വാസവനും ഇവിടെ നിന്നും വിജയം നേടി. 2011-ൽ നടന്ന മണ്ഡലം പുനഃസംഘടനയോടെ ഇടത് കോട്ടകളായ കുമരകം, തിരുവാർപ്പ് പഞ്ചായത്തുകൾ ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ് പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ ഇടതു വിജയത്തിന് വഴിയൊരുക്കിയത്. എന്നാൽ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി തോമസ് ചാഴികാടൻ ഇവിടെ നിന്നും വിജയിച്ചു. 2020-ൽ കേരള കോൺഗ്രസ് M ഇടതുമുന്നണിയിലെത്തി. 2025 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജിനോട് പരാജയപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടകളായ കുമരകം, ഐമനം, നീണ്ടൂർ പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായി. മണ്ഡലത്തിൽ തിരുവാർപ്പിൽ മാത്രമാണ് ഇടതുഭരണമുള്ളത്. ഐമനം പഞ്ചായത്തിൽ BJPക്ക് ഭരണം പിടിച്ചെടുക്കാനും കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ ഇടതുകോട്ടയായ കുമരകം ഡിവിഷനിൽ ഇടതു സ്ഥാനാർത്ഥിയുടെ പരാജയവും UDF കോട്ടയായ അതിരമ്പുഴ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയുടെ പരാജയവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നിലവിലെ ഏറ്റുമാനൂർ MLA-യും മന്ത്രിയുമായ VN വാസവൻ വീണ്ടും മത്സരിക്കാനാണ് സാധ്യത. എന്നാൽ UDF-ൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്നതിൽ ഇനിയും ധാരണയായിട്ടില്ല. BJP സ്ഥാനാർത്ഥിയായി കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് G ലിജിൻലാലിന്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. വികസന നേട്ടങ്ങൾ വോട്ടാകുമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ ശബരിമല അടക്കമുള്ള വിഷയങ്ങളാവും UDF-ന്റെയും BJP-യുടെയും പ്രചരണ വിഷയങ്ങൾ. ഏതായാലും മണ്ഡലത്തിലെ ജനവിധി ആർക്കൊപ്പം എന്നത് പ്രവചനാതീതം തന്നെയാണ്. അമൃത ന്യൂസ്, കോട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും ഇടതിനെ തുണയ്ക്കുമോ അതോ വലതുപക്ഷത്തേക്ക് ചായുമോ? ജൻസികളുടെ മനസ്സ് ആർക്കൊപ്പമെന്നറിയാം. മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും ലക്ഷ്മി പ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പോൾ ജെൻസി വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ള അവരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടു നോക്കാം. പത്ത് വർഷമായിട്ട് LDF ഭരിക്കുന്നത്. അപ്പോൾ എന്താ തോന്നുന്നത്? ഭരണം മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാറ്റം ഷുവറായിട്ടുണ്ടാവും. ബിക്കോസ് എല്ലാവർക്കും പിണറായി സർക്കാരിൻ്റെ ഭരണം ചടച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും പിണറായി സർക്കാരിന് വരും. ഇപ്പോൾ 35 വയസ്സായ സ്ത്രീകൾക്ക് പെൻഷൻ കൊണ്ടുവന്ന് അപ്പോൾ എൻ്റെ ഉമ്മയ്ക്കും കിട്ടുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നൊന്നും പറയാൻ പറ്റൂല. മൂന്നാമതും വരും. 10-ല് നിങ്ങളെ MLA-ക്ക് എത്ര മാർക്ക് ഉണ്ടാവും? ഭരണ തുടർച്ച ഉണ്ടാവും. ഇനിയൊരു ഭരണ തുടർച്ച ഉണ്ടാകില്ല. ഭരണം മാറണം, അത്രേ ഉള്ളൂ. എല്ലാ മേഖലയിലും ഇപ്പം ഏതൊക്കെ മുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ എല്ലാ രീതിയിലും എന്താക്കിയിട്ടുണ്ട്. LDF-ന്റെ ഭരണത്തിന് കീഴിൽ ഒരുപാട് ഇതായിട്ടുണ്ട്. ഇപ്പം ഏതൊരു പാർട്ടി കയറുകയാണെന്നുണ്ടെങ്കിലും അവരെ കാര്യം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേമാതിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റേ പാർട്ടിക്കാർക്ക് എടുത്തു പോരേണ്ട പല മോശം കാര്യങ്ങളുണ്ടാവും. അല്ല, ഇനിയിപ്പോൾ UDF വരുമോ? UDF വരാൻ 50% ഉള്ളൂ. ഇപ്പോൾ മന്ത്രിമാർ 2 പേരെ കണ്ടു. കുറച്ചുകൂടെ വികസനം കോഴിക്കോട് ജില്ലയിൽ വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ ആണെങ്കിലും ലൈഫ് മിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അങ്ങനത്തെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി മാറില്ല, അത് മാറാന്ന് പറ്റില്ല. ഇപ്പോൾ UDF വന്നാൽ അവരെന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അപ്പം ആര് വന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് മാറി നിന്നിട്ട് കുറച്ചുകൂടെ യുവതലമുറയ്ക്ക് യങ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് വരുമല്ലോ. പാരമ്പര്യം അനുസരിച്ച് വരണമെന്നില്ല. പൊളിറ്റിക്സിനെ പറ്റി അറിയുന്ന കൂടുതൽ ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റുന്നവർ വരട്ടെ എന്നാണ്. പിണറായി സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. LDF തന്നെ വന്നാൽ നന്നാവും തോന്നുന്നുണ്ട്. കുറച്ചുകൂടി മാറ്റങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവർ തന്നെ ഒരു പരിപാടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയണ്ടല്ലേ, ഒരു ഇതില്ലല്ലോ. പിന്നെ ഒരു ഭരണത്തിൽ വന്നാലും അതെ, അങ്ങനെയായിരിക്കുമല്ലോ. നമ്മളിവിടുന്ന് ഓരോ പരിപാടി കാണല്ലേ, അപ്പോൾ അതന്നെയായിരിക്കില്ല ഇനിയിപ്പോൾ ഭരണത്തിൽ വന്നാൽ. ഇടയ്ക്കൊന്ന് ഭരണം മാറണേ നല്ലതാണല്ലോ. അത് വെച്ചുമ്പോൾ ചേഞ്ച് ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. LDF വരരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് ഓക്കെയാണ്. ആരോഗ്യമന്ത്രിയും പ്രശ്നമാണല്ലോ. LDF വരണം, അല്ലെങ്കിൽ ജനങ്ങളെ അടിത്തട്ടിലുള്ള ക്ഷേമം പോലും നിലയ്ക്കുന്നൊരു സ്ഥിതിയല്ലേ. പലതും നടക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പം, അതുപോലെ തന്നെ പല സെക്ടേഴ്സിലും വിവിധ മാറ്റങ്ങൾ വരുമ്പം, ഇപ്പം വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകാണല്ലോ. അപ്പോൾ അതൊക്കെ ഹൈലൈറ്റ് ചെയ്യുമ്പം വികസനം നല്ലതല്ലേ. ഇനി മറ്റൊരു കോളേജിൽ നിന്ന് വീണ്ടും കാണാം.
നിരവധി പേരാണ്, അല്ലെങ്കിൽ ഈ കുട്ടികളാണ് ഇത്തരത്തിൽ പലതരത്തിലുമുള്ള പ്രതികരണങ്ങൾ ജെൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇനി തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ തൃശ്ശൂർ മണലൂരിൽ വാർ ഹൗസ് സജ്ജീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് TN പ്രതാപൻ. കേരളത്തിലും തൃശ്ശൂരിലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും തൃശ്ശൂരിൽ കോൺഗ്രസിന് 10-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും TN പ്രതാപൻ അമൃത വാർത്തകളോട് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മണലൂരിൽ വാർ ഹൗസ് സജ്ജീകരിച്ച് പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിലെ സമുന്നതനായ നേതാവ് TN പ്രതാപൻ. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണത്തെ പ്രവർത്തനങ്ങളും ശുഭാപ്തി വിശ്വാസവും ഒക്കെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ്? എത്രത്തോളം പ്രതീക്ഷയുണ്ട്? കേരളത്തിൽ പൊതുവെ UDF അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായ ഭരണത്തിൻ്റെ ഒരു നെഗറ്റീവ് വികാരം സ്വാഭാവികമായും എല്ലാ സെക്ടറിലും ഉണ്ട്. ഞങ്ങൾ പോസിറ്റീവ് ക്യാമ്പയിനാണ്. മാറ്റം വേണം, മാറണം. ആ മാറുന്നതിനും മാറ്റത്തിനും അനുസരിച്ച് ഇവിടെ പുതിയ സൃഷ്ടികളുണ്ടാകണം. അതിനുള്ളൊരു ക്യാമ്പയിനാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് ഞങ്ങളൊരു വികസന സെമിനാർ നടത്തി മണലൂരിന് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മണലൂരിന് മാത്രമായി മണലൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഭയങ്കര സ്വീകാര്യതയാണ്. സ്ഥാനാർത്ഥിത്വം ഏകദേശം തീരുമാനമായി എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും മുന്നോട്ട്? തീർച്ചയായും ഇപ്പോൾ ഞങ്ങളിപ്പോൾ UDF നേതൃത്വ യോഗം ചേരാണ്. ഇന്നലെയാണ് കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി ഡൽഹിയിൽ ചേർന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ അംഗീകാരം നൽകിയത്. ഔദ്യോഗിക പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോട് അനുബന്ധിച്ചുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സ്വാഭാവികമായും UDF അതിനു വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും UDF നിയോജകമണ്ഡല നേതൃത്വ യോഗം ചേരുകയാണ്. എത്ര സീറ്റ് ഇത്തവണ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ? ഞങ്ങൾ 100+ ആണല്ലോ, യാതൊരു അംശം വേണ്ട. 100+ എന്നത് ഇത്തവണ കേരളത്തിൽ 100% ഉറപ്പാണ്. തൃശ്ശൂരും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും, ഒരു സംശയമില്ല. 10+. പ്രതാപേട്ട, ഈ BJPയുടെ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ തൃശ്ശൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ നേട്ടം അല്ലെങ്കിൽ വളർച്ച എന്നൊക്കെ പറയത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ തവണ BJPയും CPM തമ്മിലുള്ള അന്തർധാരയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസ് അനന്തമായി CBIയെ കൊണ്ട് നീട്ടിക്കൊണ്ട് കൊടുക്കുക, പിണറായി വിജയൻ്റെ മകൾക്കെതിരെ വന്നിട്ടുള്ള ED കേസ്, ആ കേസിൽ നിന്നും കുടുംബത്തെ രക്ഷിക്കുക, അതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ടാക്കിയ ഒരു അന്തർധാരയാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനമായും ചോദിക്കേണ്ടതുണ്ട്. അത് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പുകയുന്നുണ്ടോ? ചില പോസ്റ്ററുകളൊക്കെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു തരത്തിലുള്ള ഭിന്നാഭിപ്രായമില്ല. എന്നാൽ ഞങ്ങളുടെ എതിർ പാർട്ടികൾ CPMഉം BJPയും ഒക്കെ അവരുടെ ചില രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ടല്ലോ. അത് ഞങ്ങൾ അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്തു. ആ CCTV ദൃശ്യങ്ങളിലൂടെ ഞങ്ങൾക്ക് കൃത്യമായും ബോധ്യമായി ഇതിന് പുറകിൽ ആരാണ്. ഇതിന് പുറകിൽ കോൺഗ്രസ് അല്ല, കോൺഗ്രസിൻ്റെ വിരുദ്ധ പാർട്ടികളായ ആളുകൾ അവർ ഒരു അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ്. ആ പരിപ്പൊന്നും ഇത്തവണ വില പോകൂല. അതൊക്കെ നാട്ടുകാർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളെല്ലായിടത്തും ഇതുപോലെ ബോധക്കണ്ണാടി വെച്ച് ഇത് പരിശോധിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, വളരെ ഐക്യത്തോടു കൂടിയാണ്. ഞങ്ങൾക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, LDF ഗവൺമെൻറ് മാറണം, UDF വരണം. അതിന് ഒരു തരത്തിലുമുള്ള ഭിന്നാഭിപ്രായങ്ങളില്ലാതെ ഒന്നിച്ചു പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. എന്തായാലും വലിയ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. TN പ്രതാപൻ അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേർന്നത്. വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മണലൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു. വലിയ വിജയം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ ചന്ദ്ര ജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ. G. സുധാകരന്റെ വീടിന് പോലീസ് കാവൽ. പുന്നപ്ര പോലീസിനാണ് ചുമതല. സുധാകരനെതിരെ CPM പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് സുരക്ഷ. സുധാകരന്റെ വീടിന് സമീപം ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുലംകുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കും എന്നാണ് ബാനറിലുള്ളത്. അതേസമയം ബ്രാഞ്ച് തലം മുതൽ യോഗങ്ങൾ ചേർന്ന് എന്തുകൊണ്ട് സുധാകരൻ പാർട്ടി വിട്ടു എന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനാണ് നേതൃത്വത്തിന്റെ നീക്കം. വ്യക്തിപരമായ വിമർശനം ആക്ഷേപമാകരുത് എന്നും നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുധാകരന് UDF പിന്തുണ നേരത്തെ ലഭിച്ചിരുന്നു എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ തീരദേശ മേഖലയിൽ നിന്നുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ
കിഫ്ബി ഫണ്ടിലൂടെ ഹൈടെക് ഹൈസ്കൂൾ ബ്ലോക്ക് കെട്ടിടം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. ഇതോടൊപ്പം കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെയുള്ള മറ്റൊരു പ്രധാന വികസനമാണ് മലയോര പാതയിലെ മടിക്കൈ പുളിക്കാൽ പാലം. കാഞ്ഞങ്ങാട് നഗരസഭയുടെ തീരദേശ മേഖലയിൽ നിന്നുൾപ്പെടെ 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെന്റ് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൈസ്കൂൾ ബ്ലോക്ക് കിഫ്ബിയിലൂടെ ഹൈടെക്കായി മാറിയിട്ട് 1.5 വർഷത്തോളമായി. 9 ക്ലാസ് മുറികളോടുകൂടിയ പൊതുവിദ്യാലയ കെട്ടിടം വിശാലമായ IT ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ വികസന കുതിപ്പിന്റെ അടയാളമായി ഉയർന്നു നിൽക്കുന്നു. 3 കോടി രൂപ ചെലവിൽ യാഥാർത്ഥ്യമാക്കിയ ഹൈസ്കൂൾ വിഭാഗം കെട്ടിടം വിദ്യാലയ അന്തരീക്ഷത്തിൽ വർഷങ്ങളായി കുട്ടികളും അധ്യാപകരും അനുഭവിച്ച പരിമിതികളും പ്രയാസങ്ങളും ഇല്ലാതാക്കിയതായി സ്കൂൾ ഹെഡ്മാസ്റ്റർ പറഞ്ഞു. വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയായതിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇന്ന് കാഞ്ഞങ്ങാട് സൗത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പൊതുവിദ്യാലയത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെക്കുറെ ലഭ്യമാക്കിയിട്ടുണ്ട്. കിഫ്ബി ഉപയോഗിച്ചുള്ള ഈ കെട്ടിടത്തിൽ മാത്രം 10ഓളം ക്ലാസ് മുറികൾ, അതിൽ 9 ക്ലാസ് മുറികളും പെൺകുട്ടികൾക്കുള്ള ഒരു വിശ്രമ മുറിയും ഉൾപ്പെടുന്നുണ്ട്. IT ലാബ് കൂടി ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വിദ്യാലയ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരിമിതിയായിരുന്നു ആവശ്യത്തിന് കുട്ടികൾക്ക് മൂത്രപ്പുര ഇല്ല എന്നുള്ളത്. അതുകൂടി പരിഹരിക്കാൻ ഈ കിഫ്ബി ബിൽഡിങ്ങോടുകൂടി സാധിച്ചിട്ടുണ്ട്. 50ഓളം അധ്യാപകർക്ക് ഇരിക്കുവാനുള്ള സൗകര്യങ്ങളോടുകൂടിയ സ്റ്റാഫ് റൂം, സ്കൂൾ ഹെഡ്മാസ്റ്ററുടെ കാര്യാലയം, പെൺകുട്ടികൾക്കുള്ള വിശ്രമമുറി, ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് കിഫ്ബിയിൽ നിർമ്മിച്ച ഹൈസ്കൂൾ കെട്ടിടം. കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരന്റെ മികച്ച ഇടപെടലുകൾ പ്രതിസന്ധികളെ മറികടന്ന് കെട്ടിടം പണി യഥാക്രമം പൂർത്തീകരിക്കുന്നതിന് ഏറെ സഹായകരമായെന്ന് സ്കൂൾ അധ്യാപികയായ ശാരദ പറഞ്ഞു. ഈ 3 കോടിയുടെ ബിൽഡിംഗ് വന്നതോടുകൂടി ഞങ്ങളുടെ കുട്ടികൾക്ക് കയറിയിരിക്കാൻ നല്ലൊരു ക്ലാസ് മുറിയായി. അത് ഹൈടെക് ആവുന്ന തരത്തിലേക്കുള്ള ഒരു ക്ലാസ് മുറികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നല്ല ഓഫീസ് മുറി നമുക്ക് സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും സൗകര്യപ്രദമായതിൽ ടോയ്ലറ്റുകൾ സജ്ജീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് മുകളിലാണ് നമ്മുടെ കമ്പ്യൂട്ടർ ലാബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും നല്ല നിലയിൽ ക്ലാസ് മുറികളെ സജ്ജീകരിക്കാൻ 3 കോടി രൂപയുടെ കിഫ്ബി വഴി വന്ന ബിൽഡിംഗ് കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 3 കോടി രൂപ വീതം ചിലവിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ 7 വിദ്യാലയങ്ങൾക്ക് കിഫ്ബിയിലൂടെ പുതിയ കെട്ടിടം നിർമ്മിച്ചതായി E. ചന്ദ്രശേഖരൻ MLA വിശദമാക്കി. മണ്ഡലത്തിൽ 21 വിദ്യാലയങ്ങൾക്ക് കിഫ്ബി ഫണ്ടിലൂടെ കെട്ടിടം പണിതിട്ടുണ്ട്. MLA പറഞ്ഞു. 21 വിദ്യാലയങ്ങൾ, അതിൽ പ്രത്യേകിച്ച് 1 അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാലയമായി ഉയർത്തുന്നതിന് വേണ്ടി കക്കാട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അത് കൂടാതെ 7 വിദ്യാലയങ്ങൾ 3 കോടി രൂപ, 3 കോടി രൂപ വീതമുള്ള കെട്ടിടങ്ങൾ, 13 വിദ്യാലയങ്ങൾക്ക് 1 കോടി രൂപ വീതമുള്ള കെട്ടിടങ്ങൾ. ആ 1 കോടി രൂപയുടേത് പിന്നീട് റിവേഴ്സ് എസ്റ്റിമേറ്റൊക്കെ വന്നപ്പോൾ 1 കോടി 30 ലക്ഷമൊക്കെ ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ 100 കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലും കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു മാത്രം വരാനിടയുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കാലേക്കൂട്ടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ, ജില്ലയിൽ നടപ്പാക്കാൻ, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അത്തരം പദ്ധതികൾ നടപ്പാക്കാൻ സഹായകരമായ പദ്ധതിയാണ് കിഫ്ബി പദ്ധതി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആ വികസന പ്രവർത്തനത്തിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം. ആ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിയെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും കിഫ്ബി പദ്ധതിയിലൂടെ ഉണ്ടായ നേട്ടം എടുത്തു കാണിക്കാൻ കഴിയും ഏത് കാലത്തും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. VVHSS ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അത് 3 കോടി രൂപയുടെ പദ്ധതിയാണ്. വളരെ മനോഹരമായ രീതിയിൽ ആ സ്കൂൾ കെട്ടിടത്തിന്, സ്കൂളിന് ആവശ്യമായ കെട്ടിടം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ മറ്റൊട്ടേറെ വിദ്യാലയം, ഞാൻ പറഞ്ഞില്ലേ 7 വിദ്യാലയങ്ങൾക്ക് ഇതുപോലെ 3 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിർമ്മിച്ച സ്കൂളിന്റെ പുതിയ കെട്ടിടം 2024 ഒക്ടോബർ മാസത്തിൽ നിയമസഭാ സ്പീക്കർ
AN ഷംസീറാണ് ഉദ്ഘാടനം ചെയ്തത്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വിദ്യാലയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം എടുത്തു പറയേണ്ടതാണ് മലയോര മേഖലയിലേക്കുള്ള റോഡ് പാലങ്ങളുടെ വികസനം. അതിൽ പ്രധാനമാണ് മടിക്കൈ പുളിക്കാൽ ചാലിന് കുറുകെയുള്ള പുളിക്കാൽ പാലം. കാഞ്ഞങ്ങാട് നീലേശ്വരം ദേശീയപാതയിൽ നിന്ന് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ വെള്ളരിക്കുണ്ട്, കിനാനൂർ, കരിന്തളം, കോടോമ്പേളൂർ പ്രദേശങ്ങളിലേക്ക് കടന്നുപോകുന്ന പാതയിലാണ് കിഫ്ബി ഫണ്ടിലൂടെ മടിക്കൈ പുളിക്കാൽ പാലം യാഥാർത്ഥ്യമാക്കിയത്. കാലപ്പഴക്കം കാരണം തകർച്ച നേരിട്ടതും വീതി കുറഞ്ഞതുമായ പഴയ പാലം പൊളിച്ചു നീക്കിയാണ് പുതിയ പാലം വീതി കൂട്ടി പണിതത്. ബസ്സടക്കം പോകുന്ന പാതയിൽ കിഫ്ബിയിലൂടെ പാലം വികസനം വന്നത് മലയോര മേഖലയിലേക്കുള്ള ഗതാഗതത്തിന് ഏറെ ഗുണകരമായെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിപ്പോൾ കാഞ്ഞങ്ങാട് പടന്നക്കാട് മുതൽ വെള്ളരിക്കുണ്ട് വരെ നീളുന്ന പാലത്തിൻ്റെ റോഡിൻ്റെ വർക്കാണ്. അത് ആദ്യഘട്ടം എന്ന രീതിയിൽ 3 പാലാണ് നമുക്ക് പാസ്സായത്. ഒന്ന് പുളിക്കാൽ, ഒന്ന് എന്താ വെച്ചാൽ നമ്മൾ ആനപ്പെട്ടി, അതുപോലെ 3 പാലം. അപ്പോൾ ഇതൊരു 3.25 കോടി രൂപ കിഫ്ബിൻ്റെ ഫണ്ട് വകയിരുത്തിയിട്ട് അനുവദിച്ചാണ്. ഞങ്ങളൊരു 10-40 വർഷം മുമ്പേ ഇവിടെ ഒരു പാലം ഇത് വെള്ളം തടഞ്ഞിരുന്ന VCB ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കാലമായിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇതായ സമയത്ത് നാട്ടുകാരുടെ നിരന്തര ആവശ്യം ഈ പ്രാവശ്യത്തെ ഈ ഗവൺമെൻറ് ആദ്യഘട്ടത്തെ തന്നെ ഇത് പരിഗണിച്ചു. പിന്നീട് അതിൻ്റെ പണി വളരെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും വരാനുണ്ടത്രേ. അപ്പോൾ അതിനാവശ്യമായ ഫണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഏതായാലും ഈ പ്രാവശ്യത്തെ ഇങ്ങോട്ട് മടിക്കയുടെ മാത്രമല്ല, ഏകദേശം കൊന്നക്കാട് വരെയിലെ ഏരിയക്കകത്തേക്ക് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് റോഡ് പാലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പൂർണ്ണമായ വർക്ക് വരുമ്പോൾ മറ്റേ റോഡിൻ്റെ പണിയും കൂടെ വരുമ്പോൾ വെള്ളരിക്കുണ്ടിലേക്ക് കാഞ്ഞങ്ങാടുന്ന് അല്ലെങ്കിൽ പടന്നങ്കാട് നിന്ന് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരുപാട് കിലോമീറ്ററിൻ്റെ ഇത് വരും. പിന്നെ ഒരുപാട് ഇപ്പം മടിക്കൈ പഞ്ചായത്തിൽ തന്നെ ഒരു 5-6 വാർഡുകൾ ഇതിൻ്റെ അപ്പുറം പ്രദേശത്ത് കിടക്കുന്നുണ്ട്. അവർക്കെല്ലാം യാത്രക്ക് സുഖമായി. യാത്രക്ക് മാത്രമല്ല, അവരെ കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ എത്തിക്കാനും മറ്റ് ആശുപത്രി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലൊരു ഇതാണ് പാലാന്ന് വന്നത്. ഇതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ആനപ്പെട്ടിയിലൊരു പാലത്തിൻ്റെ പണി നടന്നു വരുന്നുണ്ട്. അത് വെള്ളരിക്കുണ്ട് വരെ എത്തിച്ചേരുന്ന ഒരു 30-40 കിലോമീറ്റർ വരുന്ന രീതിയിൽ വലിയൊരു പ്രൊജക്റ്റാണ്. പഴയ പാലത്തിന്റെ വീതി കുറവും കാലപ്പഴക്കവും ഇതുവഴി ചരക്ക് ലോറികൾ ഉൾപ്പെടെ മലയോരത്തേക്ക് പോകുന്നതിന് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ദീർഘകാലമായുള്ള നാടിന്റെ ആവശ്യമാണ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായതെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. തോണി കിടന്നിട്ടാ പോലും പണ്ട്. പിന്നെ ഒരു അണക്കെട്ട് ചെറുതുണ്ടായി, അപ്പോൾ മയിലേ പോയി. പിന്നെ ഇത് വന്ന ഭയങ്കര ഗുണമാണ് നമുക്ക്. നാട്ടിലല്ല, നമുക്ക് മാത്രമല്ല, നല്ലതായിരിക്കും. കിഫ്ബി പദ്ധതിയിൽ 3,29,00,000 രൂപ ചെലവിലാണ് പുളിക്കാൽ പാലം യാഥാർത്ഥ്യമാക്കിയതെന്ന് E. ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. പുളിക്കാൽ പാലം എന്ന് പറയുന്ന പാലം നമ്മുടെ നേരത്തെ ഒരു നിർദ്ദിഷ്ട റോഡിൻ്റെ ഭാഗമായി വന്നതാണ്. 3 പാലങ്ങൾ, പുളിക്കാൽ, ആനപ്പെട്ടി, ബാനം, ഈ 3 പാലങ്ങൾ ഉൾപ്പെടെയുള്ളതും ഈ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പുളിക്കാൽ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. ആനപ്പെട്ടി പാലവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസത്തിനകത്ത് അതിൻ്റെ ഉദ്ഘാടനം പോലും നിർവഹിക്കാൻ കഴിയും. ബാനം പാലത്തിൻ്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത്. വലിയ വികസനമുണ്ടായി. ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുണ്ടാകേണ്ട വികസനങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ നേട്ടമാണെന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന റോഡിന്റെ കയറ്റവും ഇറക്കവും കുറച്ചത് അപകട സാധ്യതകളെയും ഇല്ലാതാക്കി. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് കിഫ്ബിയിൽ നിർമ്മിച്ച മടിക്കൈ പുളിക്കാൽ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പുളിക്കാൽ പാലത്തിനൊപ്പം മലയോര മേഖലയിലേക്കുള്ള പാതയിൽ ആനപ്പെട്ടി, ബാനം പാലങ്ങളുടെ നിർമ്മാണങ്ങളും നടന്നു വരികയാണ്. ചാലുകൾക്കും പുഴകൾക്കും കുറുകെ നിരവധി പാലങ്ങൾ, ഒട്ടേറെ റോഡ് വികസനങ്ങൾ, പൊതുവിദ്യാലയങ്ങളിൽ നവീകരിച്ച പുതിയ കെട്ടിടങ്ങൾ, ഇങ്ങനെ കിഫ്ബിയിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഇതിനകം നടപ്പാക്കിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്നത്തെ വ്യാപാരം ആരംഭിക്കുക? എന്താണ് വിവരം? ഇന്നും നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക.
ഇറാനിലെ സംഘർഷത്തിനായോ വരാത്തത് വലിയ അളവിൽ ആഗോള വിപണികളെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലം തന്നെയാണ് നമ്മുടെ വിപണിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും വിപണിയിൽ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഒട്ടുമിക്ക മേഖലകളിലും ആ നഷ്ടം തുടരുകയും ചെയ്തു. ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നു നിൽക്കുന്നത് രാജ്യത്തിൻ്റെ പണപ്പെരുപ്പത്തെയും സമ്പദ് വ്യവസ്ഥയും ദോഷകരമായി ബാധിച്ചിരിക്കുമെന്നുള്ള ഒരു ആശങ്ക വിപണിയിലുണ്ട്. മാത്രമല്ല രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവും ഇതിൻ്റെ ആക്കം കൂട്ടുകയും ചെയ്യും. ഈ രണ്ട് ഘടകങ്ങളും പ്രതികൂലമായിരിക്കുന്നതാണ് വിപണിയിൽ ഇപ്പോഴത്തെ നഷ്ടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ തുടരാൻ സാധ്യതയുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ തുടരുന്ന വിൽപ്പനയും വിപണിയിലെ വലിയൊരു നഷ്ടത്തിന് കാരണം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 8,000 കോടിയോളം രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ രീതിയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കനത്ത തോതിൽ വിൽപ്പന തുടരുന്നത് വിപണിയുടെ വീഴ്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. അത് പ്രതിരോധിക്കുന്ന രീതിയിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നെങ്കിൽ കൂടിയും ചെറുകിട നിക്ഷേപകരും വിപണിയിൽ പ്രതികൂലമായി ഇടപെടുന്നതാണ് വിപണിയുടെ വീഴ്ചയുടെ ആക്കം കൂട്ടുന്നത്. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാം. 24,000 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. കഴിഞ്ഞ ഏപ്രിലിന് ശേഷം ആദ്യമായാണ് കഴിഞ്ഞ ദിവസം 24,000 എന്ന നിലവാരത്തിൽ മുൻനിര സൂചിയായി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. മാത്രമല്ല ബാങ്കിങ് ഓഹരികളിലും വലിയ തോതിലുള്ള സമ്മർദ്ദം തുടരുക തന്നെയാണ്. നിഫ്റ്റിയുടെ 24,000 എന്ന നിലവാരത്തിൽ മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണിയിൽ ഒരു സ്ഥിരത ഉണ്ടാവുമെന്ന് കരുതാനാവൂ. അതിന് ആഗോള സാഹചര്യങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വിപണിയിൽ സമ്മർദ്ദം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നിപ്പോൾ ഈ ആഴ്ചയിൽ അവസാന വ്യാപാര ദിനമായതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വാധീനവും വിപണിയിലുണ്ടാവും. എന്തായാലും ഉയർന്ന തോതിലെ കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാം. ഇന്ന് നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, അതാണ് ഇന്ന് വിപണിയിലുണ്ടാകുന്ന മാറ്റം. തെരുവിൽ കഴിയുന്ന കുട്ടികളുടെ പുനരധിവാസത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി മലബാർ ഗ്രൂപ്പ് നടപ്പിലാക്കി വരുന്ന മൈക്രോ ലേണിംഗ് സെന്ററുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ഇതര വിദ്യാഭ്യാസ സന്നദ്ധ സംഘടനകളിലൊന്നായ പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനുമായി കൈകോർക്കുന്നു. മലബാർ ഗ്രൂപ്പും തണൽ സന്നദ്ധ സംഘടനയും പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. കുറ്റിക്കാട്ടൂരിലെ മലബാർ ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ധാരണാപത്രം ഒപ്പുവെക്കൽ ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ ഓപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ O ആഷർ, പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ പ്രോഗ്രാം മാനേജർ പ്രീതി പാണ്ഡെ, തണൽ ചെയർമാൻ ഡോക്ടർ V ഇദ്രീസ്, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാദ് AK, മലബാർ ഗ്രൂപ്പ് പബ്ലിക് അഫയേഴ്സ് ഹെഡ് UV ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. പട്ടിണി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ മലബാർ ഗ്രൂപ്പ് നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട CSR പദ്ധതിയായ ഹങ്കർ ഫ്രീ വേൾഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മൈക്രോ ലേണിംഗ് സെന്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രഥം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനുമായി യോജിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനം മൈക്രോ ലേണിംഗ് സെന്ററുകളെ സംബന്ധിച്ച് സുപ്രധാന നാഴികക്കല്ലാണെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. 2% എല്ലാ കോർപ്പറേറ്റുകളോടും പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിച്ചു കൊടുക്കാൻ, അത് വാങ്ങിച്ച ശരിയായ രീതിയിൽ ചെലവഴിക്കാൻ ഇതുപോലുള്ള NGOs ഉദ്ദേശിച്ചാൽ സാധിക്കും. ഞങ്ങളതിന് മുൻകൈ എടുത്തു എന്നുള്ളൂ. ഇന്ത്യയിലെ എല്ലാ NGOs ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും. ഗവൺമെൻറ്റും സഹകരിക്കണം. പ്രാദേശിക ഗവൺമെൻറ് സഹകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനും മതങ്ങൾക്കും ജാതികൾക്കും അപ്പുറം അതിരില്ലാത്ത ഒരതിരും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുക, പ്രാഥമിക ഭക്ഷണം ലഭിക്കുക, അതിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ സംഭവത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ A പത്മകുമാർ വിശദീകരണം നൽകി. തെറ്റ് ചെയ്തിട്ടില്ല എന്നും പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്നുമാണ് വിശദീകരണം. ദൂതൻ വഴിയാണ് പത്മകുമാർ കഴിഞ്ഞ ദിവസം ജില്ലാ നേതൃത്വത്തിന് മറുപടി കൈമാറിയത്. നേരത്തെ തപാലിലൂടെയായിരുന്നു പത്മകുമാറിനോട് പത്തനംതിട്ട ജില്ലാ നേതൃത്വം വിശദീകരണം തേടിയത്. പുറത്താക്കൽ നടപടിക്ക് മുന്നോടിയായിട്ടാണ് CPM വിശദീകരണം തേടിയത് എന്നാണ് സൂചന. സംസ്ഥാന സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നടപടി. ആരോഗ്യകരമായ ജീവിതത്തിന് ഗുണനിലവാരമുള്ള ഉറക്കം ആവശ്യമാണ്. ഉറക്കത്തിന്റെ അപര്യാപ്തത ദൈനംദിന പ്രവർത്തനങ്ങളെയും ഓർമ്മയെയും പെരുമാറ്റത്തെയും വരെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇന്ന് വേൾഡ് സ്ലീപ്പ് ഡേ. ആരോഗ്യകരമായ ഉറക്കം ലഭിക്കാൻ സഹായകരമായ ശീലങ്ങളെക്കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആനന്ദ് കുമാർ സംസാരിക്കും. എൻ്റെ പേര് ഡോക്ടർ ആനന്ദ് കുമാർ. ഞാൻ അമൃത ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗത്തിലെ പ്രൊഫസറായി ജോലി നോക്കുന്നു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് വേൾഡ് സ്ലീപ്പ് ഡേ ആണ്. അപ്പം നല്ലൊരു ഉറക്കം എല്ലാവരുടെയും ഒരാഗ്രഹമാണ്. അപ്പം ഉറക്കത്തിന് പല പ്രവൃത്തികൾ ചെയ്തു തീർക്കാനുണ്ട് ഉറക്കത്തിൽ. ഒന്നാമതായിട്ട് നമ്മുടെ അറ്റകുറ്റപ്പണികൾ ബ്രെയിനിൽ ചെയ്ത് തീർക്കുക, മാലിന്യങ്ങൾ
നിർമ്മാർജ്ജനം ചെയ്യുക, ഓർമ്മയെ പുഷ്ടിപ്പെടുത്തുക, ഇതൊക്കെയാണ്. പക്ഷേ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കം വരുമ്പോൾ മാത്രം നമ്മൾ ഉറങ്ങാൻ കിടക്കുക. പിന്നെ രണ്ടാമതായിട്ട് മുറി ഒരു ശാന്തമായിട്ട് സൂക്ഷിക്കുക. ചെറിയൊരു തണുപ്പ് നല്ലതാണ്. പിന്നെ എനിക്ക് ഏറ്റവും അടിവരയിട്ട് പറയാനുള്ളത് ഇപ്പോഴത്തെ യുവതലമുറയുടെ ഈ മൊബൈൽ അഡിക്ഷനാണ്. അതായത് കിടന്ന് ഇത് കാണുമ്പോഴത്തേക്കും അതിനൊരു ബ്ലൂ ലൈറ്റ് ബ്രെയിനോട്ട് നല്ലതല്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ പിറ്റേ ദിവസത്തെ പ്രവൃത്തിയെ ബാധിക്കുന്നു, നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കുന്നു, നമ്മുടെ ഓർമ്മയെ ബാധിക്കുന്നു. ഇതിൽ നിന്ന് വിട്ടുകിട്ടുക അത്ര എളുപ്പമല്ല. പിന്നെ അതുകൂടാതെ നമ്മൾ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുമ്പോഴത്തേക്കും ക്ലോക്ക് നോക്കുക. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഉറക്കത്തിന് മുമ്പ് കാപ്പി കുടിക്കുക, പിന്നെ മദ്യം ഉപയോഗിക്കുക, ഇവയൊക്കെ ഒഴിവാക്കുക. പലരും ചോദിക്കാറുണ്ട് എത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത്. ഒരു ശരാശരി 7-8 മണിക്കൂർ എന്ന് പറയാം എന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഓരോ താളമുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടാൻ സാധ്യത. താപനില ഉയരുന്നതിനാൽ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കഠിനമായ ചൂടാണ് പ്രതീക്ഷിക്കുന്നത്. ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി കായിക വാർത്തകൾ നോക്കാം. ഫുട്ബോൾ ലോകകപ്പിൽ നിന്നും ഇറാൻ പിന്മാറിയതോടെ പകരം ടീമിനെ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഫിഫ. ഇറാഖാണ് പ്രഥമ പരിഗണനയിൽ. UAE പരിഗണിക്കുന്നു എന്നാണ് സൂചന. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.